ഹലോ ഫ്രണ്ട്സ്, ചെമ്മനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ വർഷയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തും ഉണ്ടാവും അടുത്ത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് പറയും, ഏടത്തി എനിക്ക് വയ്യ ഇവൾക്ക് മരുന്നെടുത്ത് കൊടുക്കാൻ, ഏടത്തി എന്നെ എടുത്തു കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അതിന് നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ എടുത്തു കൊടുക്കാൻ, നീ ആയിട്ട് ചെയ്യുന്നതല്ലേ എന്നങ്ങ് ചോദിച്ചത് നമ്മുടെ ശ്രീകാന്ത് പറയും, അയ്യോ രേവതി അടുത്തേക്ക് ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, രണ്ടുപേരെയും കൂടി നോക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ചേച്ചിയും കൂടെ എത്തുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറയും, ആഹാ നീ അതറിഞ്ഞില്ലേ, അവള് പ്രഗ്നന്റ് ഒന്നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തും വർഷം ആകെ അന്തം വിട്ടു പോകണ്ടോ. അവള് കള്ളം പറഞ്ഞതായിരുന്നു, സച്ചേട്ടനും അമ്മയ്ക്കും ഇത് ആദ്യമേ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വം അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ എന്തായാലും ചെക്കപ്പ് ചെയ്യണം എന്ന് ഉറപ്പായി. ചെക്കപ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക, കുഞ്ഞില്ലെന്ന വിവരം എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അവിടുന്ന് ഓടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇവര് ഉണ്ടോ വിടുന്നു, അവർ ഓടിച്ചെന്ന് ശ്രുതിയെ അങ്ങ് പിടിച്ചു, കാര്യം കയ്യോടെ അങ്ങ് പൊക്കി എന്ന് പറയും. അന്നേരം നമ്മുടെ ശ്രീകാന്ത്, എന്താ ശ്രുതി ചേച്ചി ഇങ്ങനെയല്ലേ, അവളെ ഈ ജന്മത്ത് ഇനി അമ്മ ഈ വീട്ടിൽ കയറ്റുന്ന സംശയമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടുന്ന് എണീറ്റ് പോവാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുധിയും സച്ചിയും ശ്രീകാന്തും കൂടെ വെള്ളം അടിക്കുന്നതാണ് കേട്ടോ. സുധിക്ക് വെള്ളം അടിച്ചാൽ പിന്നെ ഭയങ്കര വർത്താനാണല്ലോ, എടാ അവൾ എന്നെ ചതിച്ചടാ, അവള് കാരണം എൻ്റെ കുഞ്ഞിനെ പോലെ ഞാൻ സ്വപ്നം കണ്ട്, എല്ലാം അവള് ഒറ്റൊരുത്തി കാരണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, അവളോടുള്ള ദേഷ്യം അമ്മയ്ക്ക് ഏതായാലും കൂടിക്കിട്ടി, ഇനി അമ്മ ജന്മത്ത് ഇവിടെ കയറ്റത്തുണ്ടാവില്ല. ശ്രുതിക്കാണെങ്കിൽ സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യ കേട്ടോ. ഈ ഇത്രയും ചതിച്ച അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അപ്പോൾ ഏട്ടൻ ശ്രുതി ചേച്ചിയെ ഒഴിവാക്കാൻ തന്നെ വിചാരിച്ചോ എന്ന്. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവിടുന്ന് കുപ്പിയും കൂടെ ബിയർ കയറ്റി കഴിഞ്ഞാൽ ഇവനൊക്കെ മാറ്റി പറയും അവളെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് കയറി വരാൻ കേട്ടോ. ചുമക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്രീകാന്ത് സച്ചിയെ വിളിച്ചിട്ട്, രേവതി ചേച്ചി എന്ന് പറയണേ, എന്താ രേവതി നിനക്ക് ചുമയാണോ, മരുന്ന് വേണോ എന്ന് ചോദിക്കുമ്പോൾ ആ മരുന്ന് വേണ്ടി വരും, എന്താ ഇവിടെ അച്ഛനെ വിളിക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട രേവതി, അത് പിന്നെ ശ്രുതിക്ക് വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളൊന്ന് കൂടിയതാന്ന് പറയും. അന്നേരം നമ്മുടെ രേവതി ശ്രീകാന്തിനെ പിടിച്ചിട്ട് പറയും, എടാ നിന്റെ ഭാര്യ പ്രഗ്നന്റ് അല്ലേ എന്നങ്ങനെ ചോദിച്ചത് നമ്മുടെ സച്ചി പറയും, ആ ശ്രീകാന്തേ അതിന്റെ ചിലവ് ഞങ്ങൾക്ക് തന്നില്ലല്ലോ, ആ ചിലവ് എപ്പോഴാന്ന്. അന്നേരം നമ്മുടെ രേവതി പറയും, ആ ഡേറ്റ് ഒന്ന് പറയണേ, നീ എന്താ ഞങ്ങളുടെ കൂടെ വെള്ളം അടിക്കാൻ പോകുന്നോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കും, എക്സ്ക്യൂസ് മീ, ഇവിടെ വന്ന് ഞങ്ങളോട് എണീറ്റ് പോകാൻ വേണ്ടി പറയാൻ താങ്കൾ ആരാണെന്ന്. അതിപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, അച്ഛനെ വിളിക്കും, അച്ഛാ അച്ഛാ ഒന്നിങ്ങ് വന്നേ ഇവിടെ ഇവര് എന്ന് പറയുമ്പോഴേക്കും 3 പേരും അവിടുന്ന് മുങ്ങാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ പൂ വിറ്റ് വരുമ്പോൾ ആൻ്റണി ഉണ്ടാവും രേവതിയുടെ വണ്ടീൻ്റെ അടുത്ത്. അത് കാണുമ്പോൾ കുറച്ചു നേരം നോക്കി നിൽക്കും നമ്മുടെ രേവതി, എന്നിട്ട് ചെന്നിട്ട് പറയും, കൈമാറ്റ്, എനിക്ക് വണ്ടി എടുത്ത് പോകാനുള്ളതെന്ന്. അന്നേരം ആ ധൈര്യമൊക്കെ കണ്ടിട്ട് നമ്മുടെ ആൻ്റണി ചോദിക്കും, നിന്റെ ഭർത്താവ് ഉള്ളതുകൊണ്ട് ആ ധൈര്യത്തിലാണോ എന്നോട് സംസാരിക്കുന്നതെന്ന്. അന്നേരം രേവതി പറയും, ഞാൻ ആരുടെയും ധൈര്യത്തിന്റെ ബലത്തിലല്ല നിൽക്കുന്നത്, സ്വയം ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ്, കൈയെടുക്കടാ എന്നൊക്കെ പറയുമ്പോഴേക്കും ആൻ്റണി ആണെങ്കിൽ അതിൻ്റെ ചാവി ഊരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ വണ്ടിയുടെ ചാവി ഇങ്ങനത്താ എന്നും പറഞ്ഞ് പിടിവലി ഉണ്ടാക്കുമ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം വേറെ 2 ചെങ്ങായിമാർ വന്നിട്ട് പറയുന്നുണ്ട്, ബോസേ ഇവിടെ വെറുതെ വിടരുത് എന്ന്. അപ്പോഴേക്കും നമ്മുടെ രേവതി ആന്റണിക്ക് 2 കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്നെ അടിച്ചു അല്ലടി, നിന്നെ ഞാൻ വിടത്തില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ഓടിപ്പോയിട്ട് അവിടെ കാണുന്ന ഇഷ്ടിക എടുത്തിട്ട് വരിക കേട്ടോ. മര്യാദയ്ക്ക് എല്ലാം ഇവിടുന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കുമെന്ന് അറിയും. അന്നേരം അവരൊക്കെ അങ്ങ് പോവാണ്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലോട്ട് പോവും. അവിടെ ചെല്ലുമ്പോൾ സച്ചി രേവതിയുടെ അടുത്ത് പറയും, വർഷ കണ്ടില്ലേ ഭയങ്കര സാഡാണ്, അവൾക്ക് ചിരിയില്ല കളിയില്ല ഒന്നുമില്ല, അതുകൊണ്ട് രേവതി നീ ഇടയ്ക്കിടയ്ക്ക് കോമഡി ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, എന്നാൽ കോമഡി സീഡി ഇട്ട് കൊടുത്താൽ മതിയോന്ന്. അതേതായാലും വേണ്ട, ഞാനിവിടെ ഉള്ളപ്പോൾ നീ കോമഡി ഒന്നും പറയണ്ട, ഞാൻ ഇപ്പോൾ അവൾ ചിരിക്കുന്നത് നിന്നെ കാണിച്ചു തരാം, ഞാൻ അവളുടെ പിറകെ പോയി ഭയങ്കര ചിരിക്കും, അന്നേരം നീ ചോദിച്ച് വരണം എൻ്റെ അടുത്ത്, സച്ചേട്ടൻ എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അന്നേരം ഞാൻ ആ കോമഡി പറയുമ്പോൾ വർഷ ചിരിക്കുന്നത് നിനക്ക് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഇരിക്കുന്നിടത്തേക്ക് സച്ചി അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഭയങ്കര കുടുകുടാച്ചിട്ട് ചിരിക്കും. അത് കേട്ടിട്ട് ഞെട്ടാണ് കേട്ടോ നമ്മുടെ വർഷ. എന്താ സച്ചിയേട്ടാ ഇങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടാണ് എണീക്കുന്നത്. അപ്പോഴേക്കും രേവതി വന്നിട്ട് ചോദിക്കും, അയ്യോ സച്ചിയേട്ട എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അത് പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞൊരു തമാശ ആലോചിച്ചിട്ട് ചിരിച്ചതാ. എന്താണെന്നറിയോ, ഒരു മേശപ്പുറത്ത് ഒരു ശർക്കര വെക്കും, ഉറുമ്പുകൾ തിന്നാനായിട്ട് വരുവേ. അങ്ങനെ അവറ്റകൾ മേശയുടെ കാലിലൂടെ കയറി മുകളിലേക്ക് വരിയായിട്ട് വരുമ്പോഴേക്കും അവൻ ആ ശർക്കര അങ്ങ് എടുക്കും, എറുമ്പുകളാകെ പറ്റിക്കപ്പെട്ടു പോവും എന്നും പറഞ്ഞ് ഭയങ്കര ചിരിയാണ് കേട്ടോ. നമ്മുടെ വർഷയും രേവതിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്.
അന്നേരം സച്ചി ചോദിക്കും, വർഷ എന്താ ചിരിക്കാത്തേ? ഇത്തരം കോമഡികളൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കേണ്ടതല്ലേന്ന്. എനിക്ക് ചിരി വന്നില്ല സച്ചിയേട്ടാന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയെ നോക്കട്ടോ സച്ചി. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടൻ ഒന്നിങ്ങി വന്നേന്ന്. ഞാനേ വരുമ്പോൾ ഒരു കോമഡി ഉണ്ടായി. ആൻ്റണി ഉണ്ടല്ലോ, ഇന്ന് ഞാൻ വരുമ്പോഴേ എൻ്റെ വണ്ടി പിടിച്ചു വെച്ചു ചാവി ഊരാൻ വേണ്ടിയിട്ട് നോക്കി. എനിക്ക് അവനോടുള്ള ദേഷ്യത്തോണ്ട് അവൻ്റെ കരണക്കുറ്റി നോക്കി 2 പൊട്ടിച്ചു. എങ്ങനെയുണ്ട്, നല്ല തമാശയല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് പോകുക. അതും കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് കുറച്ച് സ്പീഡ് കൂടിപ്പോയില്ലേ.